ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? ഇന്നിപ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചെർക്കട അമ്പലത്തിലെ ഉത്സവം കേട്ടോ. ഉത്സവം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ്. ഇപ്പോൾ ഈ കാണുന്ന ഐറ്റംസൊക്കെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കടകളാട്ടോ ഏറ്റവും കൂടുതൽ. കാരണം ഒരുപാട് ഏരിയാസ് ഉള്ളതുകൊണ്ട് ഒരുപാട് കടകളും പാർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്റ്റാളാട്ടോ. ഇതിൻ്റെ അകത്തെന്ന് വെച്ചാൽ ബുക്സ് ഉണ്ട്, ക്ലോത്ത് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് വളകളൊക്കെ നോക്കുമായിരുന്നേ. എങ്ങനെയുണ്ട്? നല്ലതല്ലേ? എനിക്ക് വെച്ചുവാണിക്കടയൊക്കെ കാണുമ്പോഴത്തേന് ഒക്കെ ഭയങ്കര ക്രേസാണ്. പക്ഷെ അധികവും സാധനങ്ങളൊന്നും വാങ്ങാറില്ല. അപ്പം ഞാനിന്ന് ചുമ്മാ നോക്കുമായിരുന്നു മോൾക്കൊക്കെ പറ്റിയ സാധനങ്ങളുണ്ടോ എന്ന് കേട്ടോ. പിന്നെ ഞാൻ രണ്ടുമൂന്ന് ചെയിനും കാര്യങ്ങളൊക്കെ ഇട്ട് എനിക്ക് ബ്രേസ്ലെറ്റ് ഭയങ്കര ഇഷ്ടമാണ്. കമ്മലൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. ഇതിപ്പോൾ വെച്ചുവാണിക്കടയല്ല കേട്ടോ, ഇതൊരു സ്റ്റോള് പോലെ എല്ലാം ഉണ്ട്. അതിൻ്റെ അകത്താകുമ്പം എല്ലാം ഒരു ബസാർ പോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്താണെങ്കിൽ പല പല സ്റ്റോളുകൾ അവരതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. വെച്ചുവാണിക്കടയിലേക്കാളും കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്തൊന്ന് വാങ്ങിച്ചപ്പോൾ കേട്ടോ. അപ്പം എല്ലാ സാധനങ്ങളും നല്ല രസമുണ്ട് കാണാൻ തന്നെ. എല്ലാം വാങ്ങണമെന്നുണ്ട്, പക്ഷേ എല്ലാത്തിനും കൂടെയുള്ള പൈസ ഇല്ലല്ലോ. ഇത് കുറേ ഫ്ലവേഴ്സ് കേട്ടോ. ഈ ഫ്ലവർ വേസ് എല്ലാം കാണാൻ നല്ല അടിപൊളിയാണ്. പക്ഷെ ഞാൻ അധികം സാധനങ്ങളൊന്നും വാങ്ങിയില്ല. എല്ലാം ഇങ്ങനെ ഞാൻ കണ്ട് കണ്ട് പോകുമായിരുന്നു കേട്ടോ. 10 ദിവസമാണ് ഇവിടുത്തെ ഉത്സവം കേട്ടോ. റിമി ടോമിയുടെ ഗാനമേളയും നവ്യാനാരുടെ ഡാൻസും ഒക്കെ ഉണ്ട്. പിന്നെ തിടമ്പ് ചിറക്കൽ കാളിദാസനാട്ടോ. അടിപൊളി വൈബാട്ടോ. ഇതെന്ന് വെച്ചാൽ രാജസ്ഥാനി അച്ചാറാണേ. അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പം കുറേയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഞാൻ നോക്കിയത് മെയിനായിട്ട് കണ്ണിമാങ്ങ അച്ചാറും പിന്നെ ബ്ലൂബെറിയുടെ അച്ചാറുണ്ടായിരുന്നേ. അത് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം വാങ്ങണം ഉത്സവം കഴിയുന്നതിനിപ്പുറം. എന്നാണേലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഈ പക ടേസ്റ്റ് എനിക്ക് അച്ചാറൊക്കെ ചിലതൊക്കെ എനിക്ക് ഇഷ്ടപ്പെടും, പക്ഷേ എല്ലാം ഒന്നും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല പൊതുവെ. കാരണം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ഇത് കിട്ടത്തില്ല. ചിലതൊക്കെ എനിക്ക് കണ്ണിമാങ്ങ അത്ര ഇതായിട്ട് തോന്നിയില്ല. പക്ഷെ ഒരുപാട് പേര് വാങ്ങുന്നുണ്ട് കേട്ടോ. നമുക്ക് ടേസ്റ്റും കൂടി ചെയ്ത് നോക്കാവുന്നതുകൊണ്ടേ. അപ്പം അങ്ങനെ ഇതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇതുണ്ടോ കുറേ പേനകളും അങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് ആട്ടോ പിന്നെ ഉള്ളത്. പിന്നെ കുറേ ബുക്സ് ഉണ്ട്. അതിനകത്ത് അത്യാവശ്യം ഒട്ടുമിക്ക ബുക്സും ഉണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ ഞാനൊന്നും വാങ്ങിയില്ല. കുറേയൊക്കെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തന്നെ കേട്ടോ. പിന്നെ ഇനി വാങ്ങണമെന്ന് തോന്നിയാൽ വാങ്ങണം. ഇപ്പം എന്തായാലും വാങ്ങിയിട്ടില്ല കേട്ടോ. എന്തായാലും ഒരുപാട് സാധനങ്ങളുണ്ട്. പൈസ കയ്യിലുണ്ടോ നമ്മൾ സെറ്റാട്ടോ. കാരണം പൈസയും കൊണ്ട് പോയിട്ടേ കാര്യമുള്ളൂ. അത്യാവശ്യം എല്ലാ സാധനങ്ങളും കാണുമ്പോൾ നമുക്ക് വാങ്ങാൻ തോന്നുമല്ലോ പൊതുവേ. ഇത് കുറേ കപ്പൊക്കെ കേട്ടോ. കപ്പ്, ഗ്ലാസ് അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഞാനപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുക്കുന്നതാണ്. ഇതിൻ്റെ വിലയൊന്നും ഞാൻ ചോദിച്ചില്ല കേട്ടോ. നല്ല ഭരണികളൊക്കെ ഉണ്ട്, അച്ചാറൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയത്. അത്യാവശ്യം റേറ്റ് കാണുമായിരിക്കും എന്നും വിചാരിക്കുന്നു കേട്ടോ. കാരണം ഞാൻ റേറ്റൊന്നും ചോദിച്ചില്ല. കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി, ഇതൊക്കെ കാണിക്കണമല്ലോ. കാരണം നമ്മുടെ അവിടുത്തെ അമ്പലം അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ്. മഹാദേവൻ്റെയാണ്. അത്യാവശ്യം നല്ല തിക്കും തിരക്കും ഉണ്ട് കേട്ടോ. ഞാനും ഹസ്ബൻഡും കൂടെയാണേ. ഇപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ പാർക്കിലായിട്ടോ. ഇവിടെയാണ് അത്യാവശ്യം റൈഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഒന്നിലും കയറിയൊന്നുമില്ല. എല്ലാം ഒരു എണ്ണത്തെ കയറി കേട്ടോ. അത് ഞാൻ പറയാം കേട്ടോ. 3Dയുടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതിന് ഞാൻ കയറി. അത് അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്കൊരു ട്രക്കിംഗ് ഒക്കെ പോലെ തോന്നും. അതായത് അതിൻ്റെ അകത്ത് കയറി ഇരുന്നാൽ മതി. ഒരു വണ്ടി പോലെ അതിൻ്റെ അകത്ത് കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേന് അവരിങ്ങനെ നമ്മൾ കണ്ണാടി തരുമല്ലോ, 3D ഗ്ലാസ് തരും. എന്നിട്ട് അത് ഓൺ ചെയ്യുമ്പോഴത്തേന് നമ്മൾ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ട്രക്കിംഗ് ഫീലാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അടിപൊളിയായിരുന്നു. അത് ഞാൻ കയറിയായിരുന്നു കേട്ടോ. പിന്നെ ഇത് കാണുന്നുണ്ടോ, ബജിയ, അതുപോലെ തന്നെ പാനിപ്പൂരിയൊക്കെ കഴിച്ചു. നല്ലതായിരുന്നു. പക്ഷേ എനിക്ക് ആദ്യത്തെ ദിവസം കോളിഫ്ലവറൊക്കെ കഴിച്ചിട്ട് പണി കിട്ടി കേട്ടോ. കാരണം ചിലതൊന്നും ഫ്ലോപ്പാണ്. കാരണം ഇവർ ഈ തന്നെ പിന്നെ ഉണ്ടാക്കുന്ന എണ്ണയ്ക്കകത്തല്ലേ നമ്മൾ കഴിക്കുന്നതൊക്കെ. അപ്പോൾ എല്ലാം ഒന്നും നമുക്ക് നല്ലതല്ല. നമ്മൾ നോക്കിയും കണ്ടും വേണം കഴിക്കാനായിട്ട്. എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ പാനിപ്പൂരി എനിക്കിഷ്ടമാണ്. കൂടാതെ ഐസ്ക്രീമിൻ്റെ ഒരു വലിയ ഫാനാണ് ഞാൻ കേട്ടോ. ഐസ്ക്രീം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. എന്തായാലും ഈ 10 ദിവസം ഞാൻ അത്യാവശ്യം ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനും ഹസ്ബൻഡും കൂടെ എന്തായാലും നമ്മുടെ മെയിൻ ഞാൻ ഫുഡ് അടിയാണേ. പിന്നെ മോളുണ്ട് കേട്ടോ. അവളെ ഇടയ്ക്കൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അവൾക്കും ഇങ്ങനത്തെ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര താല്പര്യമാണ്. ആൾക്ക് കളിക്കാറൊന്നും ആയില്ല, എന്നാലും ഇതൊക്കെ കാണുമ്പോൾ ഒരു ക്രേസ് ആയിരിക്കുമല്ലോ. പിള്ളേരൊക്കെ ഇത് കയറുന്നൊക്കെ കാണുമ്പോഴത്തേനും
അതുകൊണ്ട് കേട്ടോ, ഇതുണ്ട് കുങ്കുമമൊക്കെ ഉണ്ട് കുറേ കേട്ടോ. പക്ഷേ ഇതൊന്നും മേടിക്കാൻ കൊള്ളത്തില്ല, കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴാണ് കുറേ ബാൻ ചെയ്തിട്ടുണ്ടല്ലോ ഇങ്ങനത്തെ കളറുള്ള കുങ്കുമങ്ങളൊക്കെ. അതുകൊണ്ട് ഇപ്പോൾ അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ലായിരുന്നു. ഇങ്ങനത്തെ ഇത് മുഴുവൻ കളറാണ്, അപ്പം അതൊന്നും വാങ്ങാതിരിക്കുന്നത് നല്ലത്, കെമിക്കലാണ്. പിന്നെ ഇതുണ്ടോ, നമ്മൾ ശിവേലിക്ക് കാണാൻ വേണ്ടിയിട്ട് വന്നതാണേ. ഇപ്പം 3 ആനയേ ഉള്ളൂ, ലാസ്റ്റൊക്കെ 7 ആനയാണ് വരുന്നത്. അപ്പം ഇതൊക്കെ രാത്രിയിലെ കാഴ്ചകളാട്ടോ ഈ കാണുന്നതൊക്കെ. രാത്രിയിൽ എന്തായാലും ഞാൻ കുറച്ച് നേരമൊക്കെ അമ്പലത്തിൽ പോയി കറങ്ങലാട്ടോ എൻ്റെ മെയിൻ പരിപാടി. കാര്യം പ്രോഗ്രാമൊന്നും അങ്ങനെ കാണാറൊന്നുമില്ല. നല്ല പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ ഗാനമേളയൊക്കെ കാണണം. ചുമ്മാ ഇങ്ങനെ കറങ്ങി നടക്കുക കേട്ടോ. ഇത്തവണ ഞാൻ കമ്മലുകളൊന്നും വാങ്ങിയില്ല, കാരണം ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ട് വെറുതെ എന്തിനാ വാങ്ങിക്കുന്നതെന്ന് വിചാരിച്ച് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഞാൻ വാങ്ങിയില്ല. എനിക്ക് വേണ്ടി ഞാൻ ആ പാടെ കുറച്ച് ബ്രേസ്ലെറ്റും കാര്യങ്ങളൊക്കെ മാത്രമേ വാങ്ങിയുള്ളൂ കേട്ടോ. ബാക്കി മുഴുവൻ ഞാൻ മോൾക്ക് വേണ്ടിയിട്ടാണ് ഒട്ടുമിക്ക സാധനങ്ങളും വാങ്ങിച്ചത്. പിന്നെ ഇതാട്ടോ നമ്മുടെ അമ്പലത്തിൻ്റെ ചുറ്റും ലാസ്റ്റ് ദിവസമാണ് ആറാട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ആറാട്ടിൻ്റെ ഇവിടെ ഭയങ്കര പ്രത്യേകതയാണ് ആറാട്ടിന്, കാരണം ആറാട്ട് കടവിൽ എണ്ണ ഒഴിക്കുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ ഇത് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പം ഞാൻ ചേട്ടനോട് പറയുമായിരുന്നു നന്നായിട്ട് ക്ലാരിറ്റി ആയിട്ട് എടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ. അത്യാവശ്യം വിലക്കുറവ് എല്ലാത്തിനും. പലാസോ പാനിനൊക്കെ 100 രൂപയുള്ളൂ കേട്ടോ. അതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് വീട്ടിൽ ഇടാനൊക്കെ കൊള്ളാം, വർത്താണ് അങ്ങനെ നോക്കുമ്പോൾ. അല്ലാതെ ക്വാളിറ്റി വൈസ് എനിക്ക് അറിഞ്ഞുകൂടാ, പിന്നെ നമുക്ക് വീട്ടിലിടാൻ കൊള്ളാം. പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടോ ആ ജയൻറ്റ് വീലിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആ സാധനത്തിലാണ് ഞാൻ കയറിയെന്ന് പറഞ്ഞു കേട്ടോ, 3Dയുടെ. അതിപ്പോൾ നമ്മൾ അകത്തിരുന്ന് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം, ഗ്ലാസ്സൊക്കെ വെച്ച് 3D ഗ്ലാസ്സൊക്കെ വെച്ച്. അപ്പോൾ പുറത്ത് നിൽക്കുന്നവർക്ക് നമ്മളെ കാണാം, ഇത് സ്ക്രീനുണ്ട് അതുവഴി കേട്ടോ. ഇതെല്ലാം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാത്തിനും ഏകദേശം 100 രൂപയൊക്കെ കേട്ടോ ടിക്കറ്റ് വരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട എൻ്റെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.